ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. എന്തൊക്കെ കാരണങ്ങളുണ്ടായാലും ഒന്നിനെ വിരോധിക്കില്ല. അങ്ങനെയുള്ളവൻ യഹ, ആരാണോ അങ്ങനെയുള്ളത്, സമാമേതി പാണ്ഡവ, അവൻ അല്ലയോ പാണ്ഡവ എന്നിൽ വന്ന് ചേരും എന്ന് ഭഗവാൻ. എല്ലാത്തിലും ഭഗവാനെ കാണുന്ന ഭക്തിയുടെ തീവ്രമായ ആ തലം, ഭക്തിയും ജ്ഞാനവും ഒക്കെ അവിടെ ഒന്നായി നിൽക്കുകയാണ്. ഭക്തി വേറെ ജ്ഞാനം വേറെ അല്ല, ഇതെല്ലാം ഒന്നായി നിൽക്കുകയാണ് ആ ഉദാത്തമായ തലത്തില്. അതിനെ നമുക്ക് കാണിച്ചു തരുന്നു. അപ്പോ എന്താണ് ഭക്തി എന്നറിയാൻ നമ്മെ പോലുള്ള സാധാരണന്മാർക്ക് സ്വാഭാവികമായിട്ടും ഒരു ആകാംക്ഷ ഉദിക്കും. അതേ ആകാംക്ഷ നമ്മുടെ സഹോദരനായ അർജുനനും ഉണ്ടായി. അർജുന ഉവാച, ഭക്തിയോഗം അർജുനൻ പറഞ്ഞു. എന്താ അർജുനൻ ചോദിച്ചത്? ഏവം സതതയുക്താദേ ഭക്താസ്ത്വം പര്യുപാസതേ യേ ചാപ്യക്ഷരമവ്യക്തം തേഷാം കേ യോഗവിത്തമാഃ. അല്ലയോ ഭഗവാനെ, അങ്ങ് ഇതിനു മുമ്പ് ഭക്തിയെ കുറിച്ച് പല പല സന്ദർഭങ്ങളിലായിട്ട് വിശദമായി പറഞ്ഞു. അങ്ങ് സഗുണഭക്തിയെ കുറിച്ചും പറഞ്ഞു, നിർഗുണ ഭക്തിയെ കുറിച്ചും പറഞ്ഞു. സഗുണഭക്തിയെ വളരെയേറെ പ്രാധാന്യത്തോടുകൂടി കേൾപ്പിക്കുന്ന ഭാഗമാണ് 10-11 അധ്യായങ്ങൾ. നേരത്തെയുണ്ട്, വളരെയേറെ പ്രാധാന്യത്തോട് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. 10-11 അധ്യായങ്ങൾ വിഭൂതി യോഗവും അതേപോലെ തന്നെ വിശ്വരൂപ ദർശന യോഗവും സഗുണഭക്തിക്ക് വളരെയേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതിൽ നിന്റെ മനസ്സിന് ഇണങ്ങുന്ന ഒരു പദാർത്ഥത്തെ, എന്റെ വിഭൂതിയെ, അതേത് തന്നെ ആയിക്കൊള്ളട്ടെ, അതിന് നീ ഞാനായി അറിഞ്ഞ് ഉപാസിച്ചുകൊള്ളൂ, നീ എന്നിൽ എത്തിച്ചേരും. അതാണ് ഭഗവാൻ തരുന്ന ഉറപ്പ്. ഇങ്ങനെ സഗുണഭക്തിയുടെ മാർഗം അങ്ങ് പറഞ്ഞു എന്ന് മാത്രമല്ല, അങ്ങ് ഈ ഗുണത്രയങ്ങൾക്ക് അതീതനാണ്. അങ്ങ് നിർഗുണ നിരാകാര ബ്രഹ്മമാണ്. ആ നിർഗുണ നിരാകാര ബ്രഹ്മത്തെയും ധ്യാനിക്കാം. ആ നിർഗുണ നിരാകാര ബ്രഹ്മത്തിലും ഭക്തിയെ സമർപ്പിക്കാം എന്നും അങ്ങ് നേരത്തെ പറഞ്ഞു. അപ്പോ 2 തരത്തിലുള്ള ഭക്തി ഉപാസനകൾ അങ്ങ് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അതിൽ നിർഗുണ ഭക്തിയുടെ മാർഗത്തിലൂടി വരുന്നവരുണ്ട്, സഗുണ ഭക്തിയുടെ മാർഗത്തിലൂടി വരുന്നവരുണ്ട്. ഭഗവാനെ, ഇപ്പോ എനിക്ക് സംശയം, നിർഗുണ ഭക്തിയുടെ മാർഗത്തിലൂടി ചരിക്കുന്ന ഭക്തനാണോ ഏറ്റവും മഹനീയൻ, അതോ സഗുണ ഭക്തിയുടെ മാർഗത്തിലൂടി ചരിക്കുന്ന ഭക്തനാണോ ഏറ്റവും ശ്രേഷ്ഠൻ? അതെനിക്ക് അറിയണം. കാരണം ഈ 2 മാർഗങ്ങളിലെ ഏതാ കൂടുതൽ കമനീയമായിട്ടുള്ളത്, മഹനീയമായിട്ടുള്ളത്, അതെനിക്ക് അറിയണമല്ലോ. സ്വാഭാവികമായിട്ടും നമ്മളും അത് തന്നെ ചോദിക്കും. നമ്മുടെ ചോദ്യം നമുക്ക് വേണ്ടിയിട്ട് അർജുനൻ ചോദിക്കാണ്. അതാണ് ഏവം സതതയുക്താദേ ഭക്താസ്ത്വം പര്യുപാസതേ. ഈ 2 വരികളില് സഗുണഭക്തിയുടെ കാര്യമാണ്, സഗുണഭക്തിയുടെ മാർഗം പിന്തുടരുന്ന ആളിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഏവം ഇപ്രകാരം അങ്ങ് നേരത്തെ പറഞ്ഞ അതേ രീതിയില് ആ വിഭൂതികളെ ഉപാസിക്കലോ അല്ലെങ്കിൽ അങ്ങയുടെ വിശ്വരൂപത്തെ ഉപാസിക്കലോ ഒക്കെ അങ്ങനെ സതതയുക്തനായിട്ട്, അല്ലയോ കൃഷ്ണ, അങ്ങേ ഏതെങ്കിലും വിഭൂതിയായി കണ്ട് മനസ്സ് പരിപൂർണമായും അതിൽ ഉറപ്പിച്ച് ഒരിക്കലും മനസ്സതിൽ നിന്ന് ഇളകാതെ, അതാണ് സതതയുക്തൻ. എപ്പോഴും മനസ്സ് അവിടെ തന്നെ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ
ഏതൊരു ഭക്തന്മാരാണോ അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി ഉപാസിക്കുന്നത്, പര്യുപാസത്തെ, അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടിയിട്ട് അങ്ങയെ ഉപാസിക്കുന്നത്, അവരാണോ യോഗവിത്തമൻ, അവരാണോ ഏറ്റവും മഹനീയമായ യോഗത്തെ നേടിയ ഉത്കൃഷ്ടനായ ഭക്തൻ. അതോ ഏജാപ്യക്ഷരമവ്യക്തം, ആരാണോ അവ്യക്തമായിരിക്കുന്ന അക്ഷരത്തെ ഉപാസിക്കുന്നത്, അതായത് നിർഗുണഭക്തി, ഗുണാതീതമായിരിക്കുന്ന നിർഗുണ നിരാകാര ബ്രഹ്മത്തില് തന്റെ ഹൃദയത്തിലെ ഭക്തിഭാവത്തെ സമർപ്പിക്കുന്നത്, അവരാണോ ഏറ്റവും വലിയ ശ്രേഷ്ഠനായിട്ടുള്ള ഭക്തൻ? അതാണ് യോഗവിത്തമാഹ എന്ന് ചോദിച്ചത്. അല്ലയോ ഭഗവാനെ, അത് എനിക്ക് പറഞ്ഞു തരണം. ഭഗവാനോട് ആ ചോദ്യം അർജുനൻ ചോദിച്ചപ്പോ ഭഗവാൻ ഉടനെ തന്നെ അതിന് മറുപടി പറഞ്ഞു തുടങ്ങാണ്. ശ്രീ ഭഗവാനുവാച, ശ്രീ ഭഗവാൻ പറഞ്ഞു, മയ്യാവേശ്യ മനോ യേ മാം നിത്യയുക്ത ഉപാസത്തെ ശ്രദ്ധയാ പരയോപേത തേ മേ യുക്തതമാമത. അല്ലയോ അർജുന, ഇവിടെ സഗുണഭക്തന്റെ മാഹാത്മ്യമാണ് അദ്ദേഹം ആദ്യമേ പറഞ്ഞു. രണ്ട് കാര്യങ്ങൾ, രണ്ട് വസ്തുക്കൾ ഒരിടത്ത് വച്ചിട്ട് നിങ്ങൾ ഇതിൽ ഇഷ്ടമുള്ളത് എടുത്തുകൊള്ളൂ എന്ന് പറയുമ്പോഴേക്കും, അല്ലെങ്കിൽ ഇതിൽ ഒന്ന് എടുത്തുകൊള്ളൂ എന്ന് പറയുമ്പോഴേക്കും, അല്ലെങ്കിൽ ഇതിൽ ഒന്നിനെ കുറിച്ച് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോഴേക്കും, സ്വാഭാവികമായിട്ടും ആരായാലും എടുക്കുന്നതായാലും പറഞ്ഞു തരുന്നതായാലും അയാളുടെ മനസ്സിന് കൂടുതൽ ശ്രേഷ്ഠമെന്ന് തോന്നുന്നതിനെ കുറിച്ചായിരുന്നു. ഇവിടെ സഗുണഭക്തിയാണോ നിർഗുണഭക്തിയാണോ, സഗുണഭക്തിയെ പിന്തുടരുന്ന ഭക്തനാണോ നിർഗുണഭക്തിയുടെ മാർഗം പിന്തുടരുന്ന ഭക്തനാണോ മഹനീയനായിട്ടുള്ളവനെന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണൻ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് സഗുണഭക്തിയുടെ മാർഗം പിന്തുടരുന്ന ഭക്തനെ കുറിച്ചാണ്. അപ്പോ ഈ രണ്ടെണ്ണത്തില് കൃഷ്ണൻ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് സഗുണഭക്തി എന്നർത്ഥം. അല്ലയോ അർജുന, ആരാണോ മാം എന്നെ ഉപാസിക്കുന്നത്, എങ്ങനെ? മയി, എന്നിൽ മനസ്സിനെ ഉറപ്പിച്ചിട്ട്, ഉറപ്പിച്ചിട്ട്. എങ്ങനെയുള്ള എന്നിൽ? നിർഗുണനായ എന്നിലല്ല, സഗുണനായ എന്നിൽ. വിഭൂതികളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. എന്റെ ആ വിഭൂതികളുടെ കൂട്ടത്തിൽ നിന്നിട്ട് മനസ്സിനിണങ്ങുന്ന ഏതെങ്കിലും ഒരു വിഭൂതിയെ, ആ രൂപത്തെ, ആ ഭാവത്തെ, ആ നാമത്തെ ആസ്പദമാക്കിയിട്ട്, ആ വിഭൂതിയെ ആസ്പദമാക്കിയിട്ട്, മിക്ക വിഭൂതികളെ ആസ്പദമാക്കിയിട്ട് നമ്മുടെ ഋഷിവര്യന്മാര് നാമമന്ത്രങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അനേകം സ്തോത്രകൃതികൾ നമുക്ക് തന്നിട്ടുണ്ട്, മന്ത്രകൃതികൾ നമുക്ക് തന്നിട്ടുണ്ട്. വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, ശിവസഹസ്രനാമം, ഇങ്ങനെ ശ്രീകൃഷ്ണ സഹസ്രനാമം, ധർമ്മശാസ്ത്ര സഹസ്രനാമം, ഇങ്ങനെ നാമങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ഈ ലോകത്തിൽ ഏത് വിഭൂതിയിലാണോ ഒരു ഭക്തന് കൂടുതൽ ഇഷ്ടം, അയാളുടെ മനസ്സിന് ഇണങ്ങുന്നതായി തോന്നുന്ന ഏതോ ആ വിഭൂതിയില് എന്റെ രൂപമാണത്, എന്റെ ഭാവമാണത്, ഞാൻ തന്നെയാണത്, അതിൽ അവരുടെ സ്വന്തം മനസ്സിനെ ആരാണോ പരിപൂർണമായിട്ടും ചേർത്ത് വച്ചിട്ട്, എന്നിട്ട് നിത്യയുക്തനായി ഒരിക്കലും മനസ്സ് ആ വിഭൂതിയിൽ നിന്ന്, അതിനെ ഇഷ്ടദേവത എന്ന് പറയും, ആ ഇഷ്ടദേവതയിൽ നിന്ന് ഇളകാത്ത മനസ്സോടുകൂടിയിട്ട് ആരാണോ എന്നെ ഉപാസിക്കുന്നത്, മാം ഉപാസതയെ എന്നാണ് ഉപാസിക്കുന്നത്. വിഭൂതിയെ ആസ്പദമാക്കിയാണെങ്കിലും ആ ഉപാസന എത്തിച്ചേരുന്നത് ആരില്ല? ആ വിഭൂതി ഭഗവാൻ തന്നെ ആയതുകൊണ്ട് ഭഗവാനിൽ തന്നെയാണ്. അതാണ് ആ വിഭൂതിയിലൂടെ ആരാണോ എന്നെ ഉപാസിക്കുന്നത്. ഇനിയോ ആ വിഭൂതിയുടെ വിഗ്രഹത്തിൽ ഉപാസന ചെയ്യാം. വിഗ്രഹോപാസന, വിഗ്രഹ പൂജ, അതിനെ ആസ്പദമാക്കിയിട്ടാണല്ലോ ക്ഷേത്രവും ക്ഷേത്ര സംസ്കൃതിയും ക്ഷേത്ര അനുഷ്ഠാനങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത്.
ആ വിഗ്രഹത്തെ ഉൾക്കൊള്ളുന്ന ക്ഷേത്രം അതെന്താണ്? അത് ഭഗവാൻ തന്നെയാണ്. ആ വിഗ്രഹം ശിലയിൽ നിർമ്മിതമാകാം, ആ വിഗ്രഹം പഞ്ചലോഹ നിർമ്മിതമാകാം, ദാരുവിൽ നിർമ്മിതമാകാം, സ്വർണത്തിൽ അല്ലെങ്കിൽ വെള്ളിയിൽ നിർമ്മിതമാകാം, ഏതിൽ നിർമ്മിതമോ ആയിക്കൊള്ളട്ടെ. അത് പഞ്ചലോഹമല്ല, അത് സ്വർണമല്ല, അത് തടിയല്ല, ദാരുവല്ല, അത് കല്ലുമല്ല, അത് ഭഗവാനാണ്. ഭഗവാൻ തന്നെയാണ് കല്ലായിട്ട് ഈ ലോകത്തിലുള്ളത്. നമ്മൾ വിഗ്രഹം നിർമ്മിക്കാൻ ഉപയോഗിച്ച ലക്ഷണമൊത്ത കല്ല്, അത് ശില്പികൾക്കറിയാം. ലക്ഷണമൊത്ത കല്ല്, ആ ലക്ഷണമൊത്ത കല്ല് അത് ഭഗവാൻ തന്നെയാണ്. ഈ ലോകത്തിലുള്ളതെല്ലാം ഭഗവാൻ തന്നെയാണ്. ഓരോ മണൽത്തരിയും ഭഗവാൻ തന്നെയാണ്. ഓരോ തുള്ളി വെള്ളവും ഭഗവാൻ തന്നെയാണ്. വായുവിന്റെ, കാറ്റിന്റെ ഓരോ കണികയും ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ അല്ലാതെ ഈ ലോകത്തിൽ ഒന്നുമില്ല. അതുകൊണ്ട് ആ വിഗ്രഹം കല്ലല്ല, ഭഗവാനാണ്. നമ്മള് കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ടാണ് ഭഗവാന്റെ മുന്നിൽ ചെന്നിരിക്കുന്നത്, അല്ലെങ്കിൽ രാമ എന്ന് വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മഹാദേവ എന്ന് വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട്, അങ്ങനെയാണ് അവിടുത്തെ നിൽക്കുക. അത് ഭഗവാനാണ്. കാരണം ഭഗവാന്റെ ആ ഐശ്വര്യമായ വിഭൂതിയിൽ ഭഗവാനെ കാണുകയാണ് നമ്മൾ, ഭഗവാനെ ഉപാസിക്കുകയാണ് നമ്മൾ. അങ്ങനെ എന്നിൽ, അത് ചിത്രരൂപത്തിലായാലും ശില്പരൂപത്തിലായാലും നാമരൂപത്തിലായാലും ഏത് രൂപത്തിലായാലും എന്നിൽ മനസ്സിനെ ഇളക്കം കൂടാതെ ഉറപ്പിച്ചിട്ട് ആരാണോ എന്നെ ഉപാസിക്കുന്നത് അവൻ തേമേനി യുക്തതമാമത, അവൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രേഷ്ഠനായിരിക്കുന്ന യോഗി തന്നെയാണ് എന്നറിഞ്ഞുകൊള്ളണം. ഭഗവാനെ സമ്പൂർണമായിട്ട് ഈ ക്ഷേത്രത്തിലെത്തി, അല്ലെങ്കിൽ ഏതൊരു ക്ഷേത്രത്തിലായാലും എത്തി ശരണം പ്രാപിക്കുന്നയാള്, ഭഗവാന്റെ പാദത്തിൽ നിന്ന് മനസ്സിളകാതെ ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിക്കുന്നയാള് യഥാർത്ഥത്തില് ശ്രേഷ്ഠനായ യോഗി തന്നെയാണ്. സഗുണോപാസന അങ്ങനെ മഹനീയമായ സ്ഥാനത്തേക്ക്, യോഗ വിദ്യയുടെ പൂർണ്ണതയിലേക്ക് ആരെയും കൊണ്ടെത്തിക്കുന്നു. എങ്ങനെയാ ഉപാസന ചെയ്യുന്നത്? ശ്രദ്ധയാ പരയോപേത, പരമമായ ശ്രദ്ധയോടുകൂടി, അങ്ങേറ്റ ശ്രദ്ധ, അങ്ങനെയുള്ള ശ്രദ്ധയോടുകൂടിയിട്ട് ആരാണോ എന്നെ ഉപാസിക്കുന്നത് അങ്ങനെയുള്ള സഗുണോപാസകൻ, ആ സഗുണോപാസകൻ മഹായോഗിയാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. മാടപ്പോത്തായിട്ട് ഭഗവാനെ ഉപാസിച്ചാൽ മതി, ചിതൽപുറ്റായിട്ട് ഭഗവാനെ ഉപാസിച്ചാൽ മതി. എത്രയോ ക്ഷേത്രങ്ങളില് പ്രതിഷ്ഠാ വിഗ്രഹം ചിതൽപുറ്റ, അല്ലെങ്കിൽ വൃക്ഷമായിട്ട് ഉപാസിച്ചാൽ മതി. ഏത് പ്രകാരത്തിലായാലും അത് ഭഗവാൻ എന്നറിയുമ്പോൾ അവിടെ മാറ്റം തുടങ്ങും. ഏകാഗ്രമായ ഭക്തിയോടുകൂടി ഉപാസിച്ചു കഴിഞ്ഞാൽ അവൻ ഏറ്റവും വലിയ യോഗിയായി മാറുന്നു.